ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനും അമ്മയും പിന്നെ അബി എന്ന് പറയുമ്പം എൻ്റെ ഒരു ഫ്രണ്ടാണ്, കോളേജിലുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളിവിടെ PG ഒക്കെ ഒരുമിച്ചാണ്. അപ്പോൾ നമ്മൾ 3 പേരും കൂടെ ചിന്നുവിൻ്റെ വീട്ടിൽ പോവാണ്. ചിന്നുവിനെ നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയായിരിക്കും, എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയായിരിക്കും. ഇതിന് മുന്നേ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ പുള്ളിക്കാരിയുടെ വീട്ടിലോട്ട് പോവാണ്. ഇവിടെ ബാംഗ്ലൂർ തന്നെയാണ്. അപ്പോൾ ഒരു സാറ്റർഡേ ആയി. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ വിചാരിച്ചു അങ്ങോട്ടേക്ക് പോകാമെന്ന്. വന്നിട്ട് അവളെയും കാണാൻ പറ്റിയില്ല. അപ്പോൾ അവളും ചേട്ടനും ഉണ്ട് അവിടെ. അപ്പോൾ ഞാനും അമ്മയും അബിയും കൂടെ അങ്ങോട്ടേക്ക് പോകാനായിട്ട് മെട്രോ സ്റ്റേഷനിൽ പോവാണ്. നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഒരു മെട്രോ സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നേരെ മെട്രോ കയറി ഒരു 20-25 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ എത്താൻ പറ്റും. അപ്പം നമ്മൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ മേടിച്ചു. ആ കൂട്ടത്തിൽ നമ്മൾക്കും കൂടെ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ ഒരു ഡയറി മിൽക്ക് ചോക്ലേറ്റ് വാങ്ങിച്ചു. നമ്മളോർത്തും അത് കഴിച്ച് പോകാമെന്ന്. അങ്ങനെ നമ്മളത് മെട്രോയിലെത്തി. ഞാൻ പറഞ്ഞില്ല, നടന്നു വരാനോ ദൂരമുള്ളൂ മെട്രോ സ്റ്റേഷൻ. അത്യാവശ്യം നല്ല അടുത്താണ്. പിന്നെ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോൾ നമുക്ക് അവിടെ ആരെങ്കിലും നമുക്ക് ഫാമിലി പോലെ ഉണ്ടെങ്കിൽ അതൊരു സമാധാനമാണല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഇതാണ് നമുക്ക് ബാംഗ്ലൂർ ഇവിടെ ആ ഒരു ഫ്രണ്ട്സ്, ഫാമിലി പോലത്തെ ഫ്രണ്ട്സ് ഉള്ളത്. അപ്പോൾ ഒരു കൂട്ടുണ്ട്. നമ്മളിങ്ങനെ എന്തൊക്കെയോ കാര്യം പറയുകയാണ്, ഈ ട്രെയിൻ പോകുന്ന കാര്യങ്ങൾ, മെട്രോ ട്രെയിൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഞാനെല്ലാം മറന്നുപോയി. ഇപ്പോൾ വന്നിട്ട് ഓൾമോസ്റ്റ് 8-9 മാസമായപ്പോൾ എനിക്കൊരു പിടിയില്ല അവസാന സ്റ്റേഷൻ ഏതാണ്, അങ്ങോട്ട് പോകുമ്പോൾ ഏത് ട്രെയിൻ, ഇങ്ങോട്ട് വരുമ്പോൾ ഏത് ട്രെയിൻ, ഫുൾ കൺഫ്യൂഷനായി. അപ്പോൾ ഞാനത് അബിയായിട്ട് ഡിസ്കസ് ചെയ്യാണ്. പുള്ളിക്കാരി ഇവിടെ ഉണ്ട്. ഇപ്പോൾ പുള്ളിക്കാരി HR ആണ്. അപ്പം ഡെയിലി ഓഫീസിൽ പോകണം. അപ്പോൾ ഇവിടെ ഉണ്ട്, ഓൾറെഡി ബാംഗ്ലൂരാണ്. വർക്ക് ഫ്രം ഹോമൊന്നും അവർക്കില്ല, വേറെ കമ്പനിയാണ്. അപ്പം നമ്മളങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന മുട്ടായൊക്കെ പൊട്ടിച്ചതൊക്കെ കഴിക്കുകയാണ്. പിന്നെ ഇപ്പോഴാണ് അവർ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് ആൻഡ് ബിവറേജസ് നോട്ട് അലൗഡ് എന്നൊക്കെ. നമ്മളതൊന്നും കണ്ടില്ല. പോലീസുകാർ വന്നിട്ട് പറഞ്ഞു, പോലീസ് അവിടെ ഉള്ളൊരു ഇതില്ലേ, ലേഡിയില്ലേ, പുള്ളിക്കാർ വന്നിട്ട് പറഞ്ഞു ഇവിടെ ഫുഡൊന്നും കഴിക്കാൻ പാടില്ലെന്ന്. പിന്നെ നമ്മളതൊക്കെ എടുത്ത് ബാഗിൽ വെച്ചു. അങ്ങനെ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി നമ്മളതേ ഒരു ഓട്ടോയിൽ കയറി. ഇവിടുന്ന് ഒരു 1-2 കിലോമീറ്ററേ ഉള്ളൂ ചിന്നുവിൻ്റെ വീട്ടിലെത്താനായിട്ട്. അങ്ങനെ നമ്മൾ ചിന്നുവിൻ്റെ വീട്ടിലെത്തി. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നതും ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ ഇവരെ കാണുന്നത്. ചിന്നുവിനെ ആണെങ്കിലും ചേട്ടനാണെങ്കിലും ഒക്കെ കാണുന്നത് ഞാൻ അവസാനം ഇവിടുന്ന് തന്നെ പോകുമ്പോഴാണ്. ഞാൻ തിരിച്ച് ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലോട്ട് ഇവിടുന്ന് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഒരു 8-9 മന്ത്സായി. എൻ്റെ എൻഗേജ്മെൻറ്റും അവർക്ക് വരാൻ പറ്റിയില്ല, കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുശേഷം ഇപ്പോഴാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേക്കും തന്നെ ചിന്നു എല്ലാം റെഡിയാക്കി ലഞ്ചിന് വേണ്ടിയിട്ടുള്ളത്. ഒരു 11-11:30 ആയി നമ്മളെത്തിയപ്പോൾ. അതേ ബീട്രൂട്ട് തോരൻ ഉണ്ടായിരുന്നു, പിന്നെ ദഹി എന്തോ ഒരു സംഭവം, ഒരു നോർത്ത് ഇന്ത്യൻ സംഭവമാണ്, ബ്രിഞ്ചാൾ ദഹി, അങ്ങനെ ഒരു സംഭവമുണ്ട്. അത് പുള്ളിക്കാരി ഉണ്ടാക്കുമായിരുന്നു. അത്യാവശ്യം നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചു, ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട്. അങ്ങനെ ഫുൾ ആളിപ്പോൾ അടിപൊളി കുക്കായി. കല്യാണം കഴിഞ്ഞ സമയത്ത് വലിയ കുക്കിംഗ് ഒന്നും അറിയത്തില്ലായിരുന്നു നമുക്ക്. പക്ഷേ ഇപ്പോൾ സൂപ്പറായിട്ട് എല്ലാം കുക്ക് ചെയ്യും. എക്സ്പീരിയൻസ് ചോദിക്കുമ്പോൾ എക്സ്പീരിയൻസ് എന്ന്. അപ്പോൾ നന്നായിട്ട് ഇപ്പോൾ കുക്ക് ചെയ്യും. ഞങ്ങൾ വന്നപ്പോൾ തന്നെ എല്ലാം റെഡിയാണ്. അങ്ങനെ ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേക്കും അവളൊരു ലെമൺ ജ്യൂസ് തന്നു. അപ്പോൾ അതും കുടിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം ഒരു 12:30 അപ്പോൾ നമ്മൾ ഓർത്ത് ഭക്ഷണം കഴിക്കാമെന്ന്. അങ്ങനെ ചോറും കറികളൊക്കെ അവൾ കൊണ്ട് വെക്കുകയാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ കഴിച്ചു. കാര്യം കാണുമ്പോൾ തന്നെ നമുക്കറിയായിരുന്നു നല്ല ടേസ്റ്റാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ കറികളൊക്കെ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ ബ്രിഞ്ചോൾ ദഹി, ആ സംഭവം. അതിന് കറക്റ്റ് എന്തോ ഒരു പേരുണ്ട്, ഞാനത് മറന്നുപോയി. പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു. സാമ്പാറും അതും പിന്നെ ചോറും തോരനും ചിക്കൻ ഫ്രൈയും ഒക്കെ ആയിട്ട് നമ്മൾ കഴിച്ചു. ഇതായിരുന്നു ചിക്കൻ ഫ്രൈ. ഇത് നമ്മൾ എയർ ഫ്രൈയിൽ ഫ്രൈ ചെയ്തതാണ്. അപ്പോൾ അത്യാവശ്യം ഹെൽത്തിയാണ്. നമ്മൾ ഓയിൽ അധികം യൂസ് ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ റെഡിയായി, പ്ലേറ്റിലാക്കിയെല്ലാം. നമ്മൾ എന്നിട്ട് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മൾ കുറച്ച് കഴിച്ച് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അവർ പപ്പടം എന്തോ കാച്ചാണ്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ സർപ്രൈസായിട്ടൊരു സാധനം കൊണ്ടുവന്നു റൂമിലോട്ട്. നമുക്ക് ഐസ്ക്രീം എന്നല്ല ഇതിന് പറയാം, ഡെത്ത് ബൈ ചോക്ലേറ്റ് എന്നാണ് പറയാം. ആ ഒരു ഡെസേർട്ട് കൊണ്ടുവന്നു. 2 മേടിച്ച് നമ്മളെല്ലാവരും കൂടെ കഴിച്ചു. ചേട്ടനാണെങ്കിലും നമ്മളെ കൂടെ പുതിയതായിട്ട് വന്ന പോലെ ഒരു ഫീൽ ചെയ്യില്ല. നമ്മുടെ ഒരു ബ്രദറിനെ പോലെ തന്നെയാണ്, അത്രയും കമ്പനിയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര കംഫർട്ടബിളായിരുന്നു. അതുകൊണ്ട് തന്നെ ഫുൾ വൈബായിട്ട് പഴയ ആ ഒരു കോളേജ് ഇതൊക്കെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ഫീലാണ്. അതാണ് ഞാൻ പറഞ്ഞ ഫാമിലി ഉണ്ടെന്നുള്ളൊരു ഫീൽ തന്നെ ഉണ്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് TV ഒക്കെ കാണുകയാണ്. അപ്പോൾ ചിന്നു അമ്മയും ഒക്കെ കിച്ചണിലുണ്ട്, കുറച്ച് പണികളായിട്ട്, പാത്രം ക്ലീനിങ്ങും ഒക്കെ ആയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ പറയാണ്,
ക്ലീനിങ് വീഡിയോ തന്നെ തനിക്ക് എടുക്കാറുള്ളൂ. ഞാൻ പറഞ്ഞു ഞാൻ വോയിസ് ഓവറാണ് കൊടുക്കുന്നത്, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ വീഡിയോസ് എടുക്കുമായിരുന്നു. അങ്ങനെ നമ്മളിത് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് ബ്ലാക്ക് ടീ ഇട്ട് കുടിച്ചു. കാര്യം നമുക്ക് ഒരു പരിപാടിയുണ്ട്, ഒരു ഗെയിം കളിക്കാം, മോണോപ്പൊളി. ആ ഗെയിം കളിക്കാമെന്നുള്ള പ്ലാനായിരുന്നു. അപ്പോൾ ബ്ലാക്ക് ടീ ഒക്കെ കുടിച്ചതിന് ശേഷം നമ്മളതിനിരുന്നു. അടിപൊളി കളിയാണ് കേട്ടോ. നല്ല സമയം പോകുന്നത് നമ്മൾ അറിയത്തുമില്ല. നല്ല എൻ്റർടൈനിങ് ആണ്. നമുക്ക് ബോറടിക്കത്തേ ഇല്ല കളി കളിക്കുമ്പോൾ. നമുക്ക് ഭയങ്കര ഒരു ഉന്മേഷമാണ്. പിന്നെ അടിയാവാതെ സൂക്ഷിക്കുക അവസാനം. ഞങ്ങൾ അടിയായില്ല, പക്ഷേ മോണോപ്പൊളി കളിക്കുമ്പോൾ നമുക്ക് അവസാനം നമുക്ക് ഈഗോ ഹേർട്ടാവുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ചിനുവാണെങ്കിലും പറയും, മോണോപ്പൊളി കളിക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര അവസാനം തോറ്റു പോയല്ലോ എന്നുള്ളൊരു ഫീലൊക്കെ വരുന്നു. പക്ഷെ നമ്മൾ ആ ഒരു രസത്തിനൊക്കെ കളിച്ചു. നല്ല രസമായിരുന്നു കളിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ കളിച്ചു, കാര്യമൊക്കെ പറഞ്ഞ് കുറേ നേരം ആ ദിവസം ഫുൾ അങ്ങനെ സ്പെൻഡ് ചെയ്തു. അങ്ങനെയായിരുന്നു. നമ്മളിനിപ്പോൾ തിരിച്ച് പോകണം. ഫോണിൽ ഒട്ടും ചാർജില്ല. പിന്നെ വന്ന വഴി തന്നെയല്ലേ തിരിച്ച് പോകുന്നത്, അതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.